നദികളാലും വനത്താലും ചുറ്റപ്പെട്ട പത്തനംതിട്ടയിലെ മനോഹരമായ ഗ്രാമമാണ് തേക്കുതോട്. പ്രകൃതി ഭംഗിയേറെയുണ്ടെങ്കിലും പ്രദേശവാസികൾ കഴിയുന്നത് വന്യമൃഗ ആക്രമണ ഭീഷണിയിലാണ്. പ്രദേശവാസി ദിലീപ് കാട്ടാനയുടെ ചവിട്ടേറ്റ് കഴിഞ്ഞ ദിവസം മരിച്ചു. ഈ ആഘാതത്തിലാണ് ഗ്രാമനിവാസികൾ. കാട്ടാനക്കൂട്ടത്തെ ഭയന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അപാലവൃദ്ധം ജനങ്ങൾ പറയുന്നു. ആന ശല്യമേ ഉള്ളു, ഇവിടെ ഇല്ല. ഇവിടെ വരെ വരുമായിരുന്നു. ഇപ്പൊ ഈ കുഞ്ഞ് ഇവിടെ താമസമായ പിന്നെ 1-2 പ്രാവശ്യം ഇവിടെ വരെ വന്നതാ. ഇച്ചിരി മുമ്പേ ഉണ്ടായിരുന്നു. ആന ഉണ്ട് ഇവിടെ, ആന പോയിട്ടില്ല. ഇന്നലെ ഇറങ്ങി ആ ആനക്കൂട്ടം തന്നെ, ആന കൊന്ന ആന തന്നെ എല്ലാം ഉണ്ട്. പുലിയും കടുവായും എല്ലാം ഉണ്ട്. ആന ഇവിടെ ഈ ഭാഗത്തെല്ലാം ഇറങ്ങും. ഇവിടെ ഈ 2ാം മേളത്തെ ആ വീട് പിന്നെ ഇളക്കി കഴിഞ്ഞ കൊല്ലം ഒരു വീടുണ്ട്. 2 ദിവസം വന്ന് 2 ദിവസം കൊണ്ട് ഒരു വീട് ഇളക്കി കളഞ്ഞു. ഉണക്ക സമയം ആകുമ്പോഴത്തേക്കും ആന ഇവിടെയൊക്കെ വരുമായിരുന്നു. ഇത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനാണ് വരുന്നത്. എത്ര സമയം കൂടെ നിൽക്കുന്നത്? അതൊരു 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ആ നാട്ടുകാരൊക്കെ ചാടി. മിക്കവാറും പതിവാണ്. ആ, നിങ്ങൾക്ക് പകലൊക്കെ പോകാനൊക്കെ പേടിയുണ്ടില്ല? ഇല്ല, പകല് പോകാൻ പേടിയില്ല. രാത്രി ആകുമ്പോഴത്തേക്കിന് ഈ പോസ്റ്റ് ഇടയ്ക്കൊക്കെ ലൈറ്റ് ഇല്ല. അപ്പം ഒരിത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ദിലീപിന്റെ അമ്മയാണിത്. ഈ അമ്മയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് ബന്ധുക്കൾക്ക് അറിയില്ല. അവൻ കോലും ചെയ്ത വാരി നിറയ്ക്കാൻ പോയി. താഴെ ഒരു ചെറുക്കം വിളിച്ച് അവൻ്റെ കൂടെ പോയെന്നാണ്. ആനയെ അടിച്ചെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത്രയും അറിഞ്ഞോളൂ. പിന്നെ ഞങ്ങളെല്ലാം കൂടെ അങ്ങ് പോകുമായിരുന്നു. എനിക്ക് രാത്രിയുണ്ട്, ഞങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. 8 മണി 9 മണിയോളം ആയിരുന്നു. അപ്പം വേറെ കാഴ്ചയെ കൂടുണ്ട്. അവൻ ഓടിയെന്ന് പറഞ്ഞു. ദിലീപിന്റെ വീടിനോട് ചേർന്ന് മറ്റ് 5 വീടുകൾ കൂടിയുണ്ട്. കല്ലാറിൽ നിന്നും 500 മീറ്റർ മാത്രം മാറിയാണ് ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. കാട്ടാനക്കൂട്ടം അരുവിയിൽ വെള്ളം കുടിക്കാൻ എത്തിയ ശേഷം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവാണ്. വന്യമൃഗശല്യം കാരണം കൃഷിയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഭയങ്കര ശല്യമാണ് സാറേ. ഇവിടെ ആനശല്യം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടിൻ്റെ പകലും ചില ഈ തോടില്ല, അവിടെ ഒരു തോടുണ്ട്. ആ തോട്ടില്ല വെള്ളം എടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ഹോസ് വഴി എടുക്കാൻ എത്രയോ പ്രാവശ്യം വെള്ളം എടുക്കാൻ പോയി ആനെ കണ്ട് പേടിച്ച് ഓടി വന്നിട്ടുണ്ട്. കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ഒരു കപ്പ ഇട്ട് തിന്നും. വസ്തു ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കപ്പ ഇട്ട് തിന്നാൻ പറ്റത്തില്ല. പിന്നെ പകൽ പോലും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഈ പൊടിക്കൊച്ചുങ്ങളൊക്കെ അന്ന് രാത്രി എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ ഉറക്കം ഒഴിഞ്ഞ് മുറ്റത്താഴിയും കൂട്ടി നേരം വെളുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആനയോട് മല്ലി പിടിച്ച് എങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ വേറെ എങ്ങും വസ്തുവില്ല, സ്ഥലവും ഇല്ല. ഒന്നും രണ്ടുമൊന്നുമല്ല, കൂട്ടത്തോടെയാണ് കാട്ടാനകൾ എത്തുക. കുട്ടികൾ രാത്രിയിൽ ഭയന്നാണ് കഴിയുന്നത്. കാട്ടാനകളെ ഭയന്ന വീടിന്റെ ടെറസിലാണ് കുട്ടികൾ പലപ്പോഴും ഉറങ്ങുക. കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്. കുഞ്ഞുങ്ങൾ ഇതിന്റെ മണ്ടയ്ക്കൊക്കെ കയറി കിടക്കുന്ന ഈ പിള്ളേരെയും കൊണ്ട് വീടിന്റെ. അന്നേരം വരുന്ന കാണാവില്ല എന്നോർത്ത്. 1 അല്ല 10 അല്ല 20 അല്ല. നമ്മൾ താഴെ ഇറങ്ങിയ ആനയെ എണ്ണി തീരിയല്ല, അതുപോലെ വന്നുകൂടുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദിലീപിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംസ്കാര ചടങ്ങ് നടത്താൻ 25,000 രൂപ ദിലീപിന്റെ കുടുംബത്തിന് വനം വകുപ്പ് നൽകി. വനത്തിനുള്ളിൽ കല്ലാറിൽ സുഹൃത്തുക്കളോടൊപ്പം മീൻ പിടിക്കാൻ പോയപ്പോഴാണ് ദിലീപിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. ദിലീപിനെ കാട്ടാന ചവിട്ടിക്കൊന്നതിനെ തുടർന്ന് പത്തനംതിട്ട പുളിഞ്ചാനി കോളനി നിവാസികളെല്ലാം ഭീതിയിലാണ്. കാട്ടാന ശല്യം മൂലം പകൽ പോലും പുറത്തിറങ്ങാൻ ഗ്രാമനിവാസികൾക്ക് ഭയമാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.